നമസ്കാരം. ഇപ്പോൾ തിരൂർ, മലപ്പുറം ജില്ലയിലെ തിരൂർ ഒരു 35കാരി 15 വയസ്സുള്ള പയ്യനെ ലഹരി കൊടുത്ത് പീഡിപ്പിച്ച്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. ലഹരി കുട്ടികൾക്കെന്നല്ല, ആർക്കും കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ന്യൂജൻ, ഈ രാസലഹരി. പക്ഷേ ഇതൊരു ആഘോഷമാക്കി മാറ്റി അവളുടെ പത്രത്തിൽ ഫോട്ടോ വന്നോട്ടെ, അവളെ നാലാളെ അറിയണം. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയാൻ പോണ വിഷയം. ഈ പീഡനം എന്ന് പറയില്ല. ഈ 15 വയസ്സ് തൊട്ട് 16, 17, 18, 19, 20 ഈ ആൻറ്റിമാർ നല്ലോണം, പയ്യന്മാരെ കൊണ്ട് ആൻറ്റിമാർ നല്ലോണം പണിയെടുപ്പിക്കലുണ്ട്. എന്നെയൊക്കെ 15ാമത്തെ വയസ്സിൽ അതിലൊക്കെ ആൻറ്റിയാണ് പണി പഠിപ്പിച്ചെന്ന്. അത് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ സ്ത്രീകൾ പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ചാൽ അവർക്ക് സൗന്ദര്യം കൂടുന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതിയാ ആദ്യമായിട്ടൊരു വലിയ പെണ്ണിൻ്റെ സാധനമൊക്കെ കാണില്ലേ, നക്കാൻ പറയാൻ നക്കും, എന്തും ചെയ്യും. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട് ഇതിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത് വലിയൊരു പുതുമയുള്ള കേസല്ല എന്ന് പറഞ്ഞാൽ, ഈ ആണുങ്ങൾക്ക് 18, 19 വയസ്സുള്ള പെൺകുട്ടികളോട്, ഒരു കിളുന്ത് പ്രായമുള്ള കുട്ടികളോട് അട്രാക്ഷൻ ഉണ്ടാവില്ലേ, നല്ല പരിപ്പ് പ്രായം, അവരെ കളിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ആ പ്രായക്കാർ ചെക്കന്മാരെ ഇഷ്ടമാണ്. പക്ഷേ വല്ലാണ്ട് അഭിനയിച്ച് കളയവർ. ആങ്ങളെ പോലെയാണ്, മക്കളെ പോലെയാണ്, ഒരു പോലെയുമില്ല, കിട്ടിയ ചാമ്പൂര്. അപ്പം നമ്മളുടെ ഈ 18 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളെ പീഡിപ്പിച്ചാൽ കുഴപ്പമില്ല. 17 വയസ്സും 11 മാസം ഈ 25, 28, 29 ദിവസം കേസാണ്. ഈ പ്രായക്കാർക്ക് വേറെ പ്രത്യേകതയുണ്ട്, ഒരു മനുഷ്യനോട് പറയില്ല. പിന്നെ പെൺകുട്ടികൾക്ക് പറ്റണ പോലെ ആൺകുട്ടികൾക്ക് ഡാമേജ് ഒന്നും പറ്റാനില്ല. അവർക്കെന്താ, അവർക്ക് സുഖം എടുക്കാം, വേറെന്താ, ഒന്നുമില്ല. പിന്നെ മിക്ക കുട്ടികളുടെ ഏകദേശം ഇരട്ടി പ്രായം ഉണ്ടാവും ഇപ്പോൾ ഈ ആൻറ്റിമാർക്ക്. അത് ചിലപ്പോൾ അമ്മേൻ്റെയൊക്കെ ആ ഒരു ഏജാവും. അപ്പം മുലയും കുടിക്കുമ്പോൾ പല ഫീലാണ്. ഒരു എന്താ പറയുക, ഒരു വിചിത്രമായ ഒരു വികാരമാണ്. നേരെ ഇരട്ടി പ്രായമുള്ള ഒരു 20 വയസ്സുള്ള ചെക്ക ഒരു 40 വയസ്സുള്ള സ്ത്രീനെ കളിക്കുമ്പോൾ എല്ലാ ഒരു ഫീലിങ് അത് സമപ്രായക്കാരുടെ ഒപ്പം കളിച്ചാൽ കിട്ടില്ല. അതൊരു സുഖം. പിന്നെ അടിക്കുമ്പോൾ വേഗം പൂണ്ട് ഇറങ്ങി പോവുകയും ചെയ്യും, വലിയ ടൈറ്റുമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് സുരക്ഷിതത്വമുണ്ട്. ഗർഭം ഉണ്ടാവുമെന്ന് പേടിക്കണ്ട, അതൊക്കെ അവർ നോക്കിക്കോളൂ. അവർക്ക് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, ഒരു റിസ്ക്കുമില്ല, കളിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ട ഇതിൽ സംഭവിച്ച. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ്. എൻ്റെ കുടുംബക്കാരെന്നല്ല, മിക്ക സ്ഥലത്തും ഈ പരിപാടി ഒരു തടസ്സമില്ലാണ്ട് നടക്കുന്നുണ്ട്. പിടിക്കപ്പെടുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം. ഇത് ഭാര്യയും ഭർത്താവും നോർത്ത് ഇന്ത്യയിലായിരുന്നു. അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ വന്ന് സെറ്റായെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബക്കാരുടെ അടുത്ത് തന്നെ, ഇവരും കുടുംബം തന്നെ, 2 നില വീടൊക്കെ വെച്ച് സെറ്റായി. ഇവരിവിടെ വന്ന് താമസം തുടങ്ങി. ഇവർ 5-6 മാസം നിന്നപ്പോൾ ഇയാൾക്ക് ബോറടി തുടങ്ങി. അന്യനാട്ടിലൊക്കെ പോയി ജോലിയെടുത്ത് അഡ്വാൻസ്. ഇയാൾക്ക് ഒരു എൻഗേജ്മെൻ്റ് ഇല്ല, വെറുതെ വീട്ടിലിങ്ങനെ നിൽക്കുക, ചെടി നനക്കൽ, മീൻ വളർത്തൽ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയപ്പോൾ ഇയാൾ മെല്ലെ ആൾക്കാരോടൊക്കെ ബന്ധപ്പെട്ട് ഇയാൾ ഗൾഫിക്ക് വിസ എടുത്ത് പോയി. കാരണം അയാൾ വലിയ പ്രായമൊന്നുമായിട്ടില്ല, പെണ്ണിനും പ്രായമില്ല. അപ്പോൾ ഇതേപോലെ അയലൊക്കെ വീട്ടിലെ ചെക്ക ഒരു 18 വയസ്സൊക്കെ ഉണ്ടാവും. ഇവനാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്തെങ്കിലും സാധനങ്ങൾ പോയി കൊണ്ടുവരാനും കടയിൽ പോകാനും രാത്രി കൂട്ടുകിടക്കൽ വരെ ഇവനാണ്. ചെക്കനല്ലേ. പക്ഷേ ഇവള് നോർത്ത് ഇന്ത്യയിലൊക്കെ നിന്നാലേ ഇവൾക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം പെണ്ണുങ്ങൾക്ക് ഈ പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ച സൗന്ദര്യം കൂടുമെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചതല്ല. അതേപോലെ ആണുങ്ങൾക്കും ഒരു 10-60 വയസ്സുള്ള ഒരാൾ സ്ഥിരമായിട്ടൊരു 18-20 വയസ്സുള്ള പെണ്ണിനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആൾക്ക് പ്രായം കൂടുതൽ തോന്നില്ല. യൗവനം നിലനിർത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവള് എപ്പോഴും വീട്ടിലുണ്ടാവും. എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും ഇവന് തിന്നാൻ കൊടുക്കും. പക്ഷെ ഇവളുടെ കണ്ണ് വേറെ.
അപ്പോൾ ഇവനൊന്ന് മെരുക്കിയെടുക്കണമല്ല. സീൻ കാണിക്കലാണ് പെണ്ണുങ്ങളുടെ മെയിൻ പരിപാടി. പക്ഷേ ഇവള് കുറച്ചും കൂടി ഓവറാണ്. ഇടയ്ക്ക് തൊടേൻ്റെ വക്കും ഷഡിൻ്റെ അറ്റമല്ല കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവള് ഇവൻ്റെ മുന്നിൽ നിന്ന് തന്നെ മാക്സി ഊരും, ബ്രേസിയർ ഊരി പുതിയ ബ്രേസിയർ ഇടും. പിന്നെ അവൾ ടോപ്പ് എടുത്തിടും ചുരിദാറിൻ്റെ, എന്നിട്ട് അടിപ്പാവാട ഊരിയിടും. അപ്പോൾ സൈഡ് ഓപ്പൺ ആണെങ്കിൽ മക്കാണല്ല. പിന്നെ അവൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഷഡ്ഡി എടുത്ത് കാലുമേൽ വലിച്ച് കയറ്റിയിടും. അപ്പോൾ ഈ ചെക്കനിങ്ങനെ നോക്കി വെള്ളം ഇറക്കണം. പെണ്ണുങ്ങൾക്ക് വേഗം മനസ്സിലാവും താല്പര്യമുണ്ടോ താല്പര്യമില്ല. ചെക്കൻ്റെ കണ്ണിന് തിളക്കമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇവർ തമ്മിൽ സീൻ കാണിച്ചു കൊടുക്കില്ല. രാത്രി ഇവർ കൂടുതൽ നേരം വർത്തമാനം പറഞ്ഞിരിക്കും, ടി വി കാണും. ഇപ്പോൾ ഒരു ദിവസം ഇവള് ചോദിച്ച്, നിനക്ക് രസം കിട്ടിയിട്ടുണ്ടോ ചോദിച്ചേ. രസം കിട്ടിയിട്ടുണ്ടാവുന്നു. ഇവന് മനസ്സിലായില്ല. പെണ്ണുങ്ങളുടെ അടുത്ത് നിന്ന് രസം കിട്ടിയിട്ടുണ്ടോ ചോദിച്ചേ. ഇല്ലാതെ. പെണ്ണുങ്ങളെ പിടിച്ചിട്ടുണ്ടോ ചോദിച്ചേ. പറഞ്ഞു ഒരു വട്ടം ഒപ്പം പഠിക്കണ കുട്ടീനെ മുലക്ക് പിടിച്ചിട്ടുണ്ടോ പറഞ്ഞു. നിനക്കിഷ്ടമുണ്ട് ചേച്ചി. ഇഷ്ടമുണ്ട്, പക്ഷേ ധൈര്യമില്ലാതെ. അപ്പോൾ നീ അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ കൈയെടുത്ത് ഇവർ മടിയിൽ വെച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറയുമ്പോൾ തന്നെ ഇവൻ്റെ കൈ അവരുടെ മാറിൽ ഇവർ തന്നെ കൊണ്ടുപോയി വെക്കുക. അങ്ങനെ ചെക്കനാകെ വിയർക്കലും പരിഭ്രാന്തി. അപ്പോൾ ഇവള് വെച്ച്, നീ എന്തിനാ പേടിക്കണത്, ഇവിടെ ആരും വരില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, നിനക്ക് കൊതിയുണ്ടെന്ന് നിൻ്റെ നോട്ടം കണ്ടാലേ അറിയാം, ഞാനാരോടും പറയുന്നില്ല, ഇവിടെ അങ്കിളില്ലല്ലോ, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, നീ ആരോടും പറയരുത് പറയും. ഇവൻ പറഞ്ഞു ഞാൻ പറയൂല. അപ്പം തന്നെ ഇവൻ്റെ ഡ്രസ്സ് അഴിച്ച് ഇവൻ്റെ സാധനമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം മുഴുപ്പൊക്കെ ഉണ്ട്. അവൾ വായ കൊണ്ടൊക്കെ ആക്കി കൊടുത്ത് ഇവനൊന്ന് സോപ്പിടുക. കാരണം ഇവക്ക് നക്കിക്കാനൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് അടിപ്പാവാട ഇല്ല, ബ്രേസിയറും ഇല്ല, വെറും മാക്സി ഷഡ്ഡി. അങ്ങനെ തലയെക്കുട്ടി നൈറ്റ് പൂരി. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ചെക്കന് മുല മാറി മാറി കുടിക്കുക. ചെക്കന് ആദ്യമായിട്ട് പൂർണ്ണ സമ്മതത്തോടുകൂടി ഒരു യൗവനയുക്തമായിട്ടുള്ളൊരു സ്ത്രീനെ കിട്ടിയേക്കുക. അതിൽ ഇവള് പറഞ്ഞു, നീ കടിച്ച് പൊട്ടിക്കല്ലേ, വേദനയാക്കല്ലേ, മെല്ലെ മെല്ലെ. അങ്ങനെ ബെഡ്റൂമിൽ കൊണ്ടുപോയി. അന്ന് ഇവളുടെ സാധനം നക്കിപ്പിച്ച് ഇവൻ്റെ സാധനം പരിപാടി. അന്ന് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അവളുടെ സാധനം നക്കൽ മാത്രമല്ല. അപ്പോൾ ഇവന് പേടിയാണ്. നീ പേടിക്കൊന്നും വേണ്ട, ഒരു ആളും അറിയില്ല എന്ന് പറഞ്ഞ് ഇവള് ധൈര്യം കൊടുത്ത് ഇവന് അന്ന് അങ്ങോട്ട് കളി തുടങ്ങി. പിന്നെ പകലും കളിക്കും, സമയം കിട്ടിയാലൊക്കെ കളിക്കും. ഇതെങ്ങനെ ലീക്കായതെന്നറിയാം. ലീക്കാകാൻ കാരണമുണ്ട്. അപ്പുറത്തെ വീട്ടിലൊരു സൈഡത്തേക്ക് സംശയം തോന്നി. ഇവർ തമ്മിലുള്ള എന്താ പറയുക, അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം. അങ്ങനെ ഈ സൈഡത്ത് എന്നോട് പറഞ്ഞു, ആൾ ശരിയല്ല, ഇങ്ങനെ സെക്കൻഡ് ഒപ്പം പരിപാടി ഉണ്ടെന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങളെന്തിനാ ബേജാറാണ്, ആ പ്രായത്തിലൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്, ഇത് വല്ല തെറ്റൊന്നുമല്ല, നിങ്ങൾ ഞാനോടും കൊട്ടിപ്പാടി നടക്കണ്ട, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അയാളിവിടെ ഇല്ലല്ലോ, നിങ്ങളും അത്ര നല്ല പുണ്യാളത്തിയൊന്നും അല്ലല്ലോ, കാരണം അതിനെ ഞാൻ കളിച്ചിട്ടുണ്ട്, നിങ്ങളത് വിടുക. ഈ പയ്യനെ ഞാനായിട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നിരിക്കും, കുറേ നേരമൊക്കെ സംസാരിക്കും, ചിലപ്പോൾ പല കഥകൾ ചോദിച്ച് മനസ്സിലാക്കും, സംശയങ്ങൾ ചോദിക്കും. അതിൻ്റെ ക്യൂരിയോസിറ്റിൻ്റെ ആളാണ്. ഞാനിവനോട് ചോദിച്ച്, എടാ ഇങ്ങനെ നീ ആ കൂട്ടുകിടക്കാൻ പോണ വീട്ടിലെ ആൻറ്റി എങ്ങനെയുണ്ട്? അപ്പോൾ ഇവൻ്റെ മുഖമൊക്കെ പെട്ടെന്ന് എന്തോ പോലെ. എന്താ അങ്ങളെ? ഒന്നുമല്ല, നീ എന്നോട് സത്യം പറഞ്ഞു, ഒരു ജീവി അറിയില്ല, എങ്ങനെയുണ്ട് ചോദിച്ച്. അപ്പോൾ ഞാൻ മിണ്ടല്ല. ഞാൻ ചോദിച്ചത് നീ അവരുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ച്. അപ്പോഴും മിണ്ടല്ല. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അറിയാൻ വേണ്ടിയാടോ ഒരു ത്രില്ല്. എന്ത് പറയും? അപ്പോഴാണ് ഞാനിവനോട് ചോദിച്ചത്, എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം? അപ്പോൾ ഇവളാണ് മുൻകൈ എടുത്തേക്കണത്. അത് മിക്ക സ്ഥലത്തും ആൻറ്റിമാരെ മുൻകൈ എടുക്കുക. ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, ഒരു പടിയും കൂടി മുന്നോട്ട് പോയിട്ട്
സീൻ കാണിച്ച് അവന്മാരെ കൊണ്ട് ഇങ്ങോട്ട് തോണ്ടിപ്പിക്കും. ആ അവസ്ഥയിൽ ഇവരെത്തിക്കും. എന്തിനാന്നാ? അപ്പോൾ അവന് പേടി, അവനെ ഇങ്ങോട്ട് കയറി അങ്ങോട്ട് പിടിച്ചാണല്ല. അപ്പോൾ പിന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞു പോകില്ല. പിന്നെ ഇവർ ചെക്കന്മാരെ സൈക്കോളജി വേഗം മനസ്സിലാക്കും. സൈക്കോളജി മനസ്സിലാക്കാനൊന്നുമില്ല. പെൺകുട്ടികളെ പോലെ സ്കൂളിലെ കൗൺസിലിങ്ങിലൊന്നും ചെക്കന്മാർ ഇതൊന്നും വിളമ്പൊന്നുമില്ല. അവർക്ക് കുറ്റബോധമില്ല. അസല് നല്ല നെയ്യ് പോലത്തെ ആൻറ്റിമാരെ മലർത്തി കടത്തി കളിക്കാൻ കിട്ടുമ്പോൾ ആർക്ക് കുറ്റബോധം? പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല. അമ്മാവനാ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേട്ടനാ ഇങ്ങനത്തെ ക്ലോസ് റിലേഷനിലുള്ള ആണുങ്ങൾ പിടിച്ച് കളിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് കുറ്റബോധമുള്ളത്. എന്തൊക്കെ പെണ്ണിൻ്റെ ആണിൻ്റെ സൈക്കോളജി വ്യത്യാസമുണ്ട്. ആൺകുട്ടികൾക്ക് എന്ത് തേങ്ങ കിട്ടിയത് ലാഭം എന്ന് പറഞ്ഞാൽ മാമി ചത്താ മത്തായിക്ക് മൈരാണെന്ന് പറഞ്ഞാൽ ആ ആറ്റിറ്റ്യൂഡാണ് ചെക്കന്മാർക്ക്. ഒരു മനുഷ്യനോട് അവന്മാർ പറയില്ല, ക്ലോസ് ഫ്രണ്ട്സിനോട് വരെ പറയില്ല. അപ്പം ഈ സ്ത്രീകൾക്ക് ഭയങ്കര ധൈര്യമാണ്. അത് മാത്രമല്ല, എന്തും ചെയ്യിപ്പിക്കാം. ഒരടിമ അത്ര ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഓരോ പെണ്ണുങ്ങൾ. അപ്പോൾ ഈ 35 വയസ്സുകാർ 15 വയസ്സുകാരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കത് വലിയ അതിശയം തോന്നില്ല. അതൊക്കെ എന്നോ ഈ ലോകത്തുള്ളതാണ്, ഇനിയും ഉണ്ടാവും. ഇപ്പോൾ ഈ 18 വയസ്സിന് ഒരു ദിവസം മുമ്പാണെങ്കിൽ പോക്സോ കേസ്, 18 വയസ്സ് തികഞ്ഞ് പിറ്റേ ദിവസം കളിച്ച കേസില്ല. ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമം? പണ്ട് പോക്സോ കേസൊന്നുമില്ല. എന്നൊക്കെ ആൻറ്റിമാർ പണിയെടുപ്പിക്കുമ്പോൾ ഒരു കേസുമില്ല. പരാതിപ്പെടാനൊന്നും പറ്റൂല. ഇപ്പം കുറച്ച് സദാചാരവും കൂടുതലാണ്. ഈ പ്രായക്കാരെ ആൻറ്റിമാർ നല്ലോണം ചൂസ് ചെയ്യുന്നുണ്ട്. അനവധി സംഭവങ്ങൾ എനിക്കറിയാം. ഇതിപ്പോൾ ഒരു മലപ്പുറം ജില്ലയിലെ തിരൂർ മാത്രം ഉണ്ടായ ലോകാത്ഭുതമൊന്നും അല്ലെന്ന് പറയാനാണ് ഞാൻ ഇത്ര സമയം ചിലവഴിച്ചത്. നമസ്കാരം.